എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്: സാമ്പത്തിക ആസൂത്രണം. ഇന്ത്യയുടെ വികസനത്തിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ ഈ ആശയം എന്താണെന്നും അതിന്റെ കഥ എവിടെയാണ് തുടങ്ങുന്നതെന്നും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നമുക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ബജറ്റ് ഉണ്ടാകുമല്ലോ, അല്ലേ? കിട്ടുന്ന വരുമാനം വെച്ച് ഏതൊക്കെ കാര്യങ്ങൾക്ക് എത്രയൊക്കെ ചെലവാക്കണം, എത്ര മിച്ചം വെക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അതേപോലെ തന്നെ ഒരു രാജ്യം അതിന്റെ കൈവശമുള്ള പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിനായി കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ചെയ്യുന്നതിനെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോ ഈയൊരു സിമ്പിൾ ഐഡിയ വെച്ചുകൊണ്ട് നമുക്കിതിന്റെ കുറച്ചുകൂടി കൃത്യമായ ഔദ്യോഗികമായ നിർവചനങ്ങളിലേക്ക് കടക്കാം. പരീക്ഷകളിലൊക്കെ എഴുതുമ്പോൾ ശരിയായ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണല്ലോ. സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല. മറിച്ച് ഒരു രാജ്യത്തിന്റെ കയ്യിലുള്ള വിഭവങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിച്ച് ദാരിദ്ര്യമില്ലാതാക്കുക, സാമ്പത്തിക വളർച്ച നേടുക, അസമത്വം കുറയ്ക്കുക, ഇങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച ചില ലക്ഷ്യങ്ങൾ നേടാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണത്. ആ ബോധപൂർവം എന്ന വാക്കിനാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം. ഈ വിഷയത്തിൽ പ്രമുഖനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്, എച്ച്.ഡി. ഡിക്കൻസൺ. അദ്ദേഹം ഇതിനെ നിർവചിച്ചതെങ്ങനെയാണെന്ന് നോക്കൂ. ഒരു കേന്ദ്ര അതോറിറ്റി രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് മുഴുവനായി പഠിച്ച ശേഷം പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ ബോധപൂർവം എടുക്കുന്നതിനെയാണ് അദ്ദേഹം സാമ്പത്തിക ആസൂത്രണമെന്ന് വിളിച്ചത്. എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ വിതരണം ചെയ്യണം എന്നൊക്കെയുള്ള വലിയ തീരുമാനങ്ങൾ ഇതിൽ വരും. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ കാര്യത്തിലേക്ക് വരാം. 1938 ദേശീയ ആസൂത്രണ സമിതി ഇതിനെ കണ്ടത് സാമൂഹിക ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു മാർഗമായിട്ടാണ്. പിന്നീട് വന്ന ആസൂത്രണ കമ്മീഷൻ കുറച്ചുകൂടി പ്രായോഗികമായി ഇതിനെ നിർവചിച്ചു. അതായത്, നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളും നമുക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളും തമ്മിൽ ചേർത്തുവെച്ച് യുക്തിസഹമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ഒരു വഴിയാണ് ആസൂത്രണം. ഇന്ത്യയിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ഈ ആശയം ഇത് സത്യത്തിൽ എവിടെ നിന്നാണ് വന്നത്? നമുക്കിതിന്റെ ഉത്ഭവത്തിലേക്കൊന്ന് പോയി നോക്കാം, അല്ലേ? പലർക്കുമൊരു തെറ്റിദ്ധാരണയുണ്ട്, ആസൂത്രണം തുടങ്ങിയത് ഒരു രാജ്യത്തിനു വേണ്ടി മൊത്തത്തിലാണെന്ന്. പക്ഷേ സത്യം അതല്ല. ഇതിന്റെ ആദ്യത്തെ പരീക്ഷണം നടന്നത് ഒരു പ്രത്യേക പ്രദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അതായത് പ്രാദേശിക തലത്തിലാണ് ഇതിന്റെ തുടക്കം. അപ്പോ ഈ പ്രാദേശിക ആസൂത്രണവും ദേശീയ ആസൂത്രണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ ലളിതമാണ്. ഒരു പ്രത്യേക നദിയുടെ തീരത്തുള്ള വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നത് പ്രാദേശിക ആസൂത്രണമാണ്. എന്നാൽ രാജ്യത്തെ ദാരിദ്ര്യം മൊത്തത്തിൽ കുറയ്ക്കുന്നത് ദേശീയ ആസൂത്രണത്തിന്റെ ലക്ഷ്യമാണ്. ഒന്നിന്റെ ശ്രദ്ധ ഒരു ചെറിയ പ്രദേശത്തും മറ്റേതിൻ്റേത് രാജ്യം മുഴുവനുമാണ്. ഈ ആശയത്തിനൊരു യാത്ര നോക്കിയാൽ ഭയങ്കര രസാണ്. 1916 അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയിലൂടെ ഒരു പ്രാദേശിക വികസന പദ്ധതിയായിട്ടാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ 1928 ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ ഇതിനൊരു ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് 1940കളിൽ ഫ്രാൻസിനെ പോലുള്ളൊരു ജനാധിപത്യ രാജ്യം ഇത് ഏറ്റെടുത്തതോടെ ആസൂത്രണം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയത്തിന്റെ കുത്തകയല്ല എന്ന് ലോകത്തിന് മനസ്സിലായി. അങ്ങനെ പലയിടത്തും വിജയിച്ചതോടെ ഈ ആസൂത്രണം എന്ന ആശയം ലോകം മുഴുവൻ പടർന്നു പിടിക്കാൻ തുടങ്ങി. ഓരോ രാജ്യവും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തി. പ്രധാനമായും സോവിയറ്റ് യൂണിയന്റെ കേന്ദ്രീകൃത മാതൃക കിഴക്കൻ യൂറോപ്പും 1949 ചൈനയുമൊക്കെ ഏറ്റെടുത്തു. പക്ഷേ അതേസമയം തന്നെ ഫ്രാൻസിന്റെ വിജയം ലോകത്തിലെ മറ്റു ജനാധിപത്യ രാജ്യങ്ങൾക്ക് വലിയൊരു പ്രചോദനമായി. അതായത്, ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തും ആസൂത്രണം വിജയകരമായി നടപ്പിലാക്കാമെന്ന് അവർ തെളിയിച്ചു. ഇതൊക്കെ ലോകത്ത് നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്തായിരുന്നു അവസ്ഥ? നമ്മളന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയാണ്. നമ്മുടെ നേതാക്കന്മാർ ലോകത്ത് നടക്കുന്ന ഈ ചർച്ചകളെയെല്ലാം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയ്ക്കു വേണ്ടി ഈ ആശയങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർ അന്നുതന്നെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഇന്ത്യയിൽ ആസൂത്രണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. 1934 എം വിശ്വേശ്വരയ്യയുടെ പുസ്തകം ഒരു തുടക്കമിട്ടു. അതേ വർഷം തന്നെ ഫിക്കി പോലുള്ള വ്യവസായികളുടെ സംഘടനകളും ഇതിനായി വാദിച്ചു. പക്ഷേ ഏറ്റവും നിർണായകമായ ചുവടുവയ്പ് 1938 കോൺഗ്രസ് രൂപീകരിച്ച ദേശീയ ആസൂത്രണ സമിതിയായിരുന്നു. പിന്നീട് 1944 പ്രമുഖ വ്യവസായികൾ മുന്നോട്ടുവെച്ച ബോംബെ പ്ലാനും വന്നു. ഈ ചർച്ചകളെല്ലാമാണ് പിന്നീട് ഇന്ത്യയുടെ നയങ്ങൾക്ക് അടിത്തറയിട്ടത്. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. പതിറ്റാണ്ടുകളായി നമ്മുടെ നേതാക്കൾ മനസ്സിൽ കൊണ്ടുനടന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള സമയമായി. ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ ആ നിർണായക വർഷമായിരുന്നു 1950. അതെ, 1950 ഇന്ത്യയുടെ സ്വന്തം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്.
അന്നത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സോവിയറ്റ് യൂണിയന്റെ പഞ്ചവത്സര പദ്ധതികളുടെ മാതൃക നമ്മൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി ഇന്ത്യയുടെ ആസൂത്രിത വികസനത്തിന് ഔദ്യോഗികമായി തുടക്കമായി. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി പരീക്ഷയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് തീർച്ചയായും ഓർത്തിരിക്കേണ്ടത് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഈ 4 കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കുക. 1. ആസൂത്രണത്തിന്റെ നിർവചനം, അതായത് പരിമിതമായ വിഭവങ്ങൾ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. 2. ലോകത്തിലെ ആദ്യത്തെ പ്രാദേശിക പദ്ധതി അമേരിക്കയിലെ TVA 1916-ൽ. 3. ആദ്യത്തെ ദേശീയ പദ്ധതി സോവിയറ്റ് യൂണിയനിൽ 1928-ൽ. 4. ഇന്ത്യ എപ്പോഴാണിത് തുടങ്ങിയത്? ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1950. ഈ വർഷങ്ങളും ആശയങ്ങളും വളരെ പ്രധാനമാണ്. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ഇന്ത്യയിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടേത് ഒരു കമ്പോളാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ പഴയതുപോലുള്ള ഒരു കേന്ദ്രീകൃത ആസൂത്രണത്തിന് ഇന്ന് ഇന്ത്യയിൽ പ്രസക്തിയുണ്ടോ? ഇത് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. നമസ്കാരം. നമ്മളെല്ലാവരും ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലേ? പക്ഷേ ആ ഒരു വലിയ സാമ്പത്തിക യാത്ര തുടങ്ങുന്നതിനും എത്രയോ മുൻപ് അതിൻ്റെയൊക്കെ ഒരു ആശയം രൂപപ്പെടണമായിരുന്നു. അതായത് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം. അപ്പോൾ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ആ ആദ്യത്തെ രൂപരേഖകൾ തയ്യാറാക്കിയത് ആരായിരുന്നു? അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് ആ ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഈ സാമ്പത്തിക ഘടന രൂപകൽപ്പന ചെയ്തത്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാന നാളുകളിലേക്ക് യാത്ര ചെയ്യണം. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ സാമ്പത്തികമായി ആകെ തളർന്നുപോയ ഒരു രാജ്യത്തിന് മുന്നോട്ടു പോകാൻ ഒരു പുതിയ വഴി അത്യാവശ്യമായിരുന്നു. ആ ഒരു നിർണായക സമയത്ത് ഉയർന്നുവന്ന ആദ്യത്തെ ചില ആശയങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമെന്തായിരുന്നു? സാമ്പത്തിക മുരടിപ്പ് തന്നെ. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടിണിയും ദാരിദ്ര്യവും സാധാരണമായിരുന്നു. ചിലയിടങ്ങളിൽ മാത്രം കുറച്ചു പുരോഗതിയുണ്ടായപ്പോൾ ഭൂരിഭാഗം ജനങ്ങളും ഒരുപാട് പിന്നിലായിരുന്നു. ഈയൊരവസ്ഥ മറികടക്കാൻ കൃത്യമായൊരു പ്ലാൻ കൂടിയേ തീരുവെന്ന ചിന്ത അന്ന് ശക്തമായി വന്നു. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിൽ 1934 എന്ന വർഷത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. എന്താണെന്നല്ലേ? കാരണം ആ ഒരൊറ്റ വർഷമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെപ്പറ്റി 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒരേ സമയം മുന്നോട്ട് വന്നത്. അതിലെ ആദ്യത്തെ ആശയം അത് മുന്നോട്ട് വെച്ചത് ആരാണെന്നറിയോ? ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എഞ്ചിനീയർമാരിലൊരാളും ഒരു രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന സർ എം വിശ്വേശ്വരയ്യ. ആ പദ്ധതിയാണ് പിന്നീട് വിശ്വേശ്വരയ്യ പ്ലാൻ എന്ന പേരിൽ പ്രശസ്തമായത്. 1934-ൽ അദ്ദേഹം എഴുതിയ പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് ഈയൊരാശയം അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്. ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. 1. ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഈ സാമ്പത്തിക മുരടിപ്പിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക. 2. ദാരിദ്ര്യമില്ലാതാക്കുക. 3. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള അസമത്വങ്ങൾ കുറയ്ക്കുക. ഇതിനെല്ലാം വേണ്ടി ആസൂത്രിതമായ വികസനമെന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് നടന്ന ആദ്യത്തെ ഒരു സമഗ്രമായ ചർച്ചയായിരുന്നു അത്. ഇനി നമുക്ക് അതേ വർഷം വന്ന 2ാമത്തെ നിർദ്ദേശത്തിലേക്ക് പോകാം. ഇത് വന്നത് എവിടുന്നാണെന്ന് വെച്ചാൽ രാജ്യത്തെ പ്രമുഖരായ വ്യവസായികളിൽ നിന്നാണ്. അതായത് ഇന്ത്യയിലെ വ്യവസായികളുടെ എല്ലാം സംഘടനയായ ഫിക്കി ഒരു ദേശീയ ആസൂത്രണ സംവിധാനം വേണമെന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. അവരുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ത്യയുടെ വ്യാവസായിക വളർച്ച. അതിന് വ്യവസായങ്ങളെ സഹായിക്കാനും കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും ഒരു കേന്ദ്രീകൃത സംവിധാനം വേണം എന്നായിരുന്നു അവരുടെ വാദം. അപ്പോൾ ഈ 2 നിർദ്ദേശങ്ങൾ നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ ഒരു കാര്യം വ്യക്തമാകും. വിശ്വേശ്വരയ്യയുടെ പ്ലാൻ ദാരിദ്ര്യം മാറ്റുന്നതടക്കം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഫിക്കിയുടെ നോട്ടം മുഴുവൻ വ്യവസായ വളർച്ചയിലായിരുന്നു. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2 പേരും എത്തിയത് ഒരേയൊരു നിഗമനത്തിലാണ്: ഇന്ത്യയ്ക്ക് മുന്നോട്ടു പോകണമെങ്കിൽ ഒരു ദേശീയ ആസൂത്രണം അത്യാവശ്യമാണ്. ഈ 2 പ്ലാനും അന്ന് പെട്ടെന്നൊന്നും നടപ്പിലായില്ല. അപ്പോൾ പിന്നെ എന്തായിരുന്നു ഇവയുടെ പ്രാധാന്യം? സത്യം പറഞ്ഞാൽ അവ ഇന്ത്യയുടെ ഭാവിയിലെ സാമ്പത്തിക പദ്ധതികൾക്കെല്ലാം വേണ്ട ഒരു ബൗദ്ധിക അടിത്തറപ്പാകുകയായിരുന്നു. 1934-ലെ ഈ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയ സ്വാധീനം ചെറുതൊന്നുമല്ല. പിന്നീട് വന്ന ബോംബെ പ്ലാൻ പോലുള്ളവർക്ക് ഒരു ഐഡിയ കൊടുത്തത് ഇവയാണ്. നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ രാജ്യത്തിനു വേണ്ടി എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാം എന്ന ചിന്ത. ആ ഒരു അടിസ്ഥാന തത്വം ചർച്ചയാക്കിയത് ഇവരാണ്. പിന്നെ സോവിയറ്റ് യൂണിയനിലൊക്കെ അന്ന് വിജയകരമായി നടപ്പാക്കിയ പ്ലാനിങ്ങിനെക്കുറിച്ച് ഇന്ത്യയിലും ചർച്ചകൾ തുടങ്ങി. ഏറ്റവും പ്രധാനമായിട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്ലാൻഡ് ഡെവലപ്മെന്റ് അഥവാ ആസൂത്രിതമായ വികസനം എന്ന വഴിയിലേക്ക് നമ്മുടെ ചിന്തയെ തിരിച്ചുവിട്ടത് ഈ ആദ്യത്തെ കാലടികളാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഉപമിക്കാം:
ഒരു വലിയ കെട്ടിടം പണിയുന്നതിനു മുമ്പ് ഒരു ആർക്കിടെക്റ്റ് ആദ്യം കുറേ റഫ് സ്കെച്ചുകളൊക്കെ വരയ്ക്കില്ലേ? അതുപോലെയായിരുന്നു ഈ പ്ലാനുകൾ. സ്വതന്ത്ര ഇന്ത്യ എന്ന വലിയ സാമ്പത്തിക കെട്ടിടത്തിന്റെ ആദ്യത്തെ ബ്ലൂ പ്രിന്റുകൾ. ഈ ബ്ലൂ പ്രിന്റുകൾ വെറും കടലാസിൽ ഒതുങ്ങിയില്ല. അതൊരാശയത്തിൽ നിന്ന് ഒരു സ്ഥാപനത്തിലേക്കുള്ള വഴികാട്ടിയായി മാറി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആ ഒരു യാത്ര നോക്കൂ. 1934 വിശ്വേശ്വരയ്യയുടെയും ഫിക്കിയുടെയും പ്ലാനുകൾ ഒരു തീപ്പൊരി പോലെ വന്നു. ആ തീപ്പൊരിയാണ് 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ കാരണമായത്. അതിനുശേഷം 1944 ബോംബെ പ്ലാനിലൂടെ ഒരു പൊതുവായ ധാരണയുണ്ടായി. ഒടുവിൽ 1950 സ്വതന്ത്ര ഇന്ത്യ അതിന്റെ സ്വന്തം പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചു. കണ്ടില്ലേ, 1934 തുടങ്ങിയ ആ യാത്രയുടെ സ്വാഭാവികമായൊരു വളർച്ചയായിരുന്നു അത്. അങ്ങനെ വെറുമൊരു കരട് രൂപമായി തുടങ്ങിയ ആശയങ്ങൾ അവസാനം രാജ്യത്തിന്റെ തന്നെ തലവിധി നിർണയിക്കുന്ന വലിയ നയങ്ങളായിട്ട് മാറി. അപ്പോൾ ഇന്ത്യയുടെ ആ ആദ്യത്തെ പ്ലാനർമാർ നമുക്ക് വേണ്ടി ബാക്കി വെച്ച ആ പൈതൃകമെന്താണ്? ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. 1934 വന്ന ആകെ 2 അനൗദ്യോഗിക നിർദ്ദേശങ്ങൾ. അതായിരുന്നു പിന്നീടുള്ള ദശാബ്ദങ്ങളിലെ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ എല്ലാം അടിത്തറ. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ്വ്യവസ്ഥ എന്ന വലിയൊരു കെട്ടിടം പണിതുയർത്തിയത് ഈ 2 തൂണുകളിലാണ് എന്ന് തന്നെ പറയാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് അടിത്തറ പാകിയത് ഗവൺമെന്റിന്റെയൊന്നും ഭാഗമല്ലാത്ത തികച്ചും അനൗദ്യോഗികമായ 2 ആശയങ്ങളാണെങ്കിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരൊറ്റ പദ്ധതിയുടെ ശക്തി എത്ര വലുതായിരിക്കും? ഒരാശയം അതിനൊരു രാജ്യത്തിന്റെ തന്നെ ഗതി മാറ്റാൻ കഴിയുമെന്ന വലിയ പാഠമല്ലേ ഇത് നമുക്ക് നൽകുന്നത്? നമസ്കാരം. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് ഓർക്കുക, അല്ലേ? പക്ഷേ അതിനു മുൻപ് ഈ പദ്ധതികൾക്കെല്ലാം ഒരു അടിത്തറയിട്ട കുറേ ആശയങ്ങളുണ്ടായിരുന്നു. ആ ആദ്യകാല രൂപരേഖകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ വരുന്നതിന് തൊട്ടുമുൻപ് സ്വാതന്ത്ര്യത്തിന്റെ പടിവാതിലുകൾ നിൽക്കുന്ന ഒരു രാജ്യം, അതായത് നമ്മുടെ ഇന്ത്യ, അതിന്റെ സാമ്പത്തിക ഭാവിയെപ്പറ്റി എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്? എന്തൊക്കെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം ഈ രൂപരേഖകൾ വരുന്നതിന് മുൻപുള്ളൊരു സാഹചര്യം, പിന്നെ ആദ്യത്തെ ഒരു ഔദ്യോഗിക ശ്രമം എങ്ങനെയായിരുന്നു എന്ന് നോക്കും. അതിനുശേഷം വന്ന പലതരം കാഴ്ചപ്പാടുകൾ, പിന്നെ ഗാന്ധിയൻ ബദലുകൾ. അവസാനം ഇതെല്ലാം കൂടിച്ചേർന്ന് ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തിയെന്നും നമ്മൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരു ഔദ്യോഗിക പ്ലാനിംഗ് കമ്മീഷനോ പഞ്ചവത്സര പദ്ധതികളോ വരുന്നതിന് മുമ്പുള്ളൊരു കാലം. അന്ന് തന്നെ പലർക്കും ഒരു കാര്യം ഉറപ്പായിരുന്നു: ഇന്ത്യക്ക് മുന്നോട്ടു പോകാൻ ഒരു വ്യക്തമായ സാമ്പത്തിക കാഴ്ചപ്പാട് വേണം. അങ്ങനെ പലരും, പല ഗ്രൂപ്പുകളും സ്വന്തം നിലയ്ക്ക് ചില പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഒരു സമയരേഖ നോക്കൂ. 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയോടുകൂടിയാണ് ഇതിനൊരു തുടക്കമാകുന്നത്. പിന്നെ നോക്കിയാൽ 1944-45 കാലഘട്ടത്തിൽ ഒരേ സമയം പലതരം പ്ലാനുകൾ വരുന്നുണ്ട്. ബോംബെ പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, അങ്ങനെ. അവസാനം 1950 സർവോദയ പ്ലാനും. ഈ ഒരു കാലക്രമം മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ്, കാരണം ഈ ആശയങ്ങൾ എങ്ങനെയാണ് വികസിച്ചതെന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഔദ്യോഗിക ശ്രമത്തിലേക്ക് കടക്കാം. സാമ്പത്തിക ആസൂത്രണത്തിൽ ഒരു വലിയ ചുവടുവെപ്പായിരുന്നു അത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത്. അപ്പോൾ 1938 ഈ സംഭവം. ജവഹർലാൽ നെഹ്റുവിനെ ചെയർമാനാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പേര് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. രാജ്യത്തിനു വേണ്ടി ഒരു സാമ്പത്തിക പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുക, അതായിരുന്നു ഇവരുടെ പ്രധാന ജോലി. അപ്പോൾ എന്തായിരുന്നു ഈ കോൺഗ്രസ് പ്ലാനിന്റെ പ്രധാന ആശയം? ശരിക്കും പറഞ്ഞാൽ എല്ലാം കേന്ദ്രീകൃതമായി ചെയ്യുക എന്നതായിരുന്നു. അതായത് വിദഗ്ധർ ഒരുമിച്ചിരുന്ന് രാജ്യത്തിന്റെ ഉപഭോഗം, ഉൽപ്പാദനം, നിക്ഷേപം, വ്യാപാരം ഇതെല്ലാം ഏകോപിപ്പിക്കും. എന്തിനാണെന്നോ? നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ചില സാമൂഹിക ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി. ഇനി നമ്മൾ പോകുന്നത് 1940കളിലേക്കാണ്. ഈ സമയമായപ്പോഴേക്കും കഥ കുറച്ചുകൂടി സങ്കീർണമായി. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് 2 വലിയ, ശക്തമായ, എന്നാൽ തീർത്തും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഒരേ സമയം മുന്നോട്ടു വന്നു. ഒന്ന് വ്യവസായ ലോകത്തുനിന്ന്, മറ്റൊന്ന് സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിച്ച്. അതിലൊന്നാണ് ബോംബെ പ്ലാൻ. 1944 വരുന്നത്. ഇന്ത്യയിലെ പ്രമുഖരായ 8 വ്യവസായികൾ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കിയ ഒരു 15 വർഷത്തെ വികസന പദ്ധതി. ഇതൊരു ചെറിയ കാര്യമല്ല, കാരണം രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായികൾ തന്നെ മുന്നിട്ടിറങ്ങി ഒരു സാമ്പത്തിക രൂപരേഖ ഉണ്ടാക്കുകയായിരുന്നു. അവരുടെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. അതിവേഗത്തിൽ വ്യവസായങ്ങൾ വളർത്തണം, ഓരോ വ്യക്തിയുടെയും വരുമാനം ഇരട്ടിയാക്കണം, അതുവഴി രാജ്യത്തിന്റെ മൊത്തം വരുമാനം കൂട്ടണം. പക്ഷേ
ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയുമോ? ഇതെല്ലാം ചെയ്യാൻ വേണ്ടി സർക്കാർ തന്നെ സമ്പദ്വ്യവസ്ഥയിൽ ശക്തമായി ഇടപെടണം എന്ന് ഈ വ്യവസായികൾ തന്നെ ആവശ്യപ്പെട്ടു. ഇനി നേരെ മറുവശത്തേക്ക് വരാം. ബോംബെ പ്ലാൻ വന്ന് തൊട്ടടുത്ത വർഷം 1945-ൽ എം.എൻ. റോയ് മറ്റൊരു പ്ലാനുമായി വന്നു. പീപ്പിൾസ് പ്ലാൻ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. 10 വർഷത്തെ ഈ പദ്ധതിയിൽ വ്യവസായമായിരുന്നില്ല, മറിച്ച് കൃഷിയും സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങളുമായിരുന്നു ഏറ്റവും പ്രധാനം. ഇതിന്റെ ലക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ വ്യത്യാസം മനസ്സിലാകും. കാർഷിക മേഖല പൂർണ്ണമായും ദേശസൽക്കരിക്കണം, വലിയ മെഷീനുകൾ ഉണ്ടാക്കുന്നതിന് പകരം സാധാരണക്കാർക്ക് വേണ്ട ഉപഭോക്തൃ സാധനങ്ങളുണ്ടാക്കുന്ന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ചുരുക്കത്തിൽ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ആദ്യം നിറവേറ്റുക. അതായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ 2 പ്ലാനുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്നുകൂടെ ഉറപ്പിക്കാം. ഒരു വശത്ത് ബോംബെ പ്ലാൻ, വ്യവസായികളുടെ കാഴ്ചപ്പാട്, അവരുടെ ഫോക്കസ് ഘനവ്യവസായങ്ങളിലായിരുന്നു. ലക്ഷ്യം ദേശീയ വരുമാനം കൂട്ടുക. മറുവശത്ത് പീപ്പിൾസ് പ്ലാൻ, ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട്, അവരുടെ ഫോക്കസ് കൃഷിയിലും സാധാരണക്കാർക്ക് വേണ്ട സാധനങ്ങളിലുമായിരുന്നു. ലക്ഷ്യം അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക. രണ്ടും 2 ധ്രുവങ്ങളിലായിരുന്നു, അല്ലേ? ശരി, നമ്മളിപ്പോൾ 2 പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ കണ്ടു. പക്ഷേ ഇത് മാത്രമല്ല, മൂന്നാമതൊരു വഴി കൂടിയുണ്ടായിരുന്നു. അത് ഈ 2ൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഗാന്ധിയൻ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളൊരു ബദൽ. 1944-ൽ തന്നെ ശ്രീമാൻ നാരായൺ അഗർവാൾ എന്നൊരാൾ ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ടുവെച്ചു. ഇതിന്റെ പേര് പോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ചിന്തകളായിരുന്നു ഇതിന്റെ ആധാരം. ഈ പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് വികേന്ദ്രീകരണം എന്നതായിരുന്നു. അതായത് എല്ലാം കേന്ദ്രീകൃതമായി തീരുമാനിക്കുന്നതിനു പകരം അധികാരവും ഉൽപ്പാദനവും ഗ്രാമങ്ങളിലേക്ക് കൊടുക്കുക. കൃഷിക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകണം. ഓരോ ഗ്രാമത്തിലും ചെറിയ കുടിൽ വ്യവസായങ്ങൾ വളർത്തണം. അങ്ങനെ ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമാവണം. അതായിരുന്നു ഗാന്ധിയൻ കാഴ്ചപ്പാട്. ഈ ഗാന്ധിയൻ ചിന്തകൾ അവിടെ അവസാനിച്ചില്ല. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും അതിന് തുടർച്ചയുണ്ടായി. 1950-ൽ ജയപ്രകാശ് നാരായൺ സർവോദയ പ്ലാൻ എന്ന പേരിൽ ഒരു പദ്ധതി അവതരിപ്പിച്ചു. ഗാന്ധിജിയുടെയും വിനോബാ ഭാവേയുടെയും ആശയങ്ങളായിരുന്നു ഇതിന്റെയും പ്രചോദനം. ഇതും നേരത്തെ പറഞ്ഞ ഗാന്ധിയൻ പ്ലാൻ പോലെ തന്നെ കൃഷിക്കും ചെറുകിട വ്യവസായങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുത്തത്. അതോടൊപ്പം വിദേശ സഹായം പരമാവധി കുറച്ച് സ്വയം പര്യാപ്തത കൈവരിക്കുക, ഭൂപരിഷ്കരണം നടപ്പിലാക്കുക, താഴെത്തട്ടിൽ നിന്ന് തന്നെ ആസൂത്രണം തുടങ്ങുക തുടങ്ങിയ ആശയങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ നോക്കൂ, നമ്മുടെ മുന്നിലിപ്പോ 3 തരം ആശയങ്ങളുണ്ട്. വ്യവസായികളുടെ പ്ലാൻ, സോഷ്യലിസ്റ്റ് പ്ലാൻ, പിന്നെ ഗാന്ധിയൻ ബദലുകളും. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതിലേതാണ് ഇന്ത്യ തെരഞ്ഞെടുത്തത്? ഇതെല്ലാം ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്ലാനുകളൊന്നും നമ്മൾ പണിതുയർത്തിയ അവസാനത്തെ കെട്ടിടമായിരുന്നില്ല. പകരം ആ കെട്ടിടം എങ്ങനെ പണിയണമെന്ന് കാണിക്കുന്ന പലതരം ബ്ലൂ പ്രിന്റുകളും സ്കെച്ചുകളുമായിരുന്നു ഇവയോരോന്നും. അതായത് ചുരുക്കിപ്പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? ഈ എല്ലാ ചർച്ചകളും പദ്ധതികളും ഇന്ത്യയുടെ ഔദ്യോഗിക സാമ്പത്തിക ആസൂത്രണത്തിനാവശ്യമായ ഒരു ബൗദ്ധിക അടിത്തറ പാകി. ചിന്തിക്കാനും തെരഞ്ഞെടുക്കാനും നമ്മുടെ മുന്നിൽ പല ആശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ക്രമത്തിൽ നോക്കാം. ആദ്യം പലതരം പ്ലാനുകളും റിപ്പോർട്ടുകളും വന്നു. ഇത് പലതരത്തിലുള്ള സാമ്പത്തിക കാഴ്ചപ്പാടുകളെക്കുറിച്ച് വലിയ സംവാദങ്ങൾക്ക് കാരണമായി. ഈ സംവാദങ്ങളിൽ നിന്നാണ് ഒരു ബൗദ്ധികമായ അടിത്തറയുണ്ടാകുന്നത്. ഇതിന്റെ എല്ലാം സ്വാഭാവികമായ ഒരു തുടർച്ചയെന്നോണമാണ് 1950-ൽ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ ഏതെങ്കിലും ഒരു ആശയത്തെ മാത്രം കണ്ണടച്ച് സ്വീകരിച്ചില്ല. പകരം നമ്മൾ ഇതുവരെ കണ്ട ബോംബെ പ്ലാനിൽ നിന്നും പീപ്പിൾസ് പ്ലാനിൽ നിന്നും ഗാന്ധിയൻ പ്ലാനുകളിൽ നിന്നുമെല്ലാം ചില നല്ല വശങ്ങൾ എടുത്തു. അങ്ങനെയാണ് ഇന്ത്യയുടെ തനതായ മിശ്ര സമ്പദ്വ്യവസ്ഥ എന്ന ആശയം രൂപപ്പെടുന്നത്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം തരികയാണ്. നമ്മളിന്ന് കണ്ട ഈ പഴയകാല പദ്ധതികളിലെ ആശയങ്ങൾ, അതായത് വലിയ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അതുമല്ലെങ്കിൽ ഗ്രാമങ്ങൾക്ക് അധികാരം നൽകുന്ന വികേന്ദ്രീകരണം, ഇതിൽ ഏതൊക്കെയാണ് ഇന്നത്തെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.